വൈകിട്ടത്തെ ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് പരിപ്പിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് പരിപ്പെടുത്ത് പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചു. പിന്നീട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അത് പാകത്തിന് അരച്ചെടുത്തു. കറക്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചപ്പോൾ മാറ്റിവെച്ച മുഴുവൻ പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ ചെറിയ ഉള്ളി ഇട്ടില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം സവാള എടുത്ത് കുഞ്ഞു കുഞ്ഞേതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുത്തു. അപ്പോഴാണ് കറിവേപ്പില ഇല്ലല്ലോ എന്ന് ഓർത്തത്. നമ്മുടെ ക്വാർട്ടറിൻ്റെ മുറ്റത്ത് ധാരാളം കറിവേപ്പില നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് 2 തണ്ട് എടുത്തിട്ട് വന്ന് അതിലേക്കിട്ട് നന്നായി കുഴച്ചു. നമ്മൾ മുമ്പ് ഡൽഹിയിലായിരുന്നപ്പോൾ കറിവേപ്പില കടയിൽ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. അതും കിട്ടുന്നതോ ഉണങ്ങി കരിഞ്ഞ കറിവേപ്പിലായിരുന്നു. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, ഇവിടെ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട്. അങ്ങനെ പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു കൈയിൽ ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് തന്നെ അത് ഒന്ന് പരത്താനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് പാളിപ്പോയി. അങ്ങനെ പിന്നീട് ഫോൺ മാറ്റി വെച്ചിട്ട് ഒരു അത്യാവശ്യം റൗണ്ട് ഷേപ്പാക്കി പരത്തി അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ 7 പരിപ്പുവട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 7 പരിപ്പുവടയും കൂടെ ഒരു പാനിലിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്തൊക്കെ എനിക്ക് നന്നായല്ല, ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കിയിരുന്നൊരു ഈവനിങ് സ്നാക്ക് പരിപ്പുവടയായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എനിക്ക് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചത് പരിപ്പുവടയായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും പച്ചമുളക് അടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല, കുറച്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപ്പുവട റെഡിയായി.